ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് സൺഡേ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്ലാൻസുകളൊക്കെ ഇന്നലെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഒത്തിരി പ്ലാൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കോംബോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം കോംബോ അല്ലാതെ നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്ന് എടുക്കാം കേട്ടോ. ഒത്തിരി പ്ലാൻസുകളുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മാക്സിമം എല്ലാവരും കാർട്ടിൽ നിന്ന് കാർട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ചില വെറൈറ്റികൾക്കൊക്കെ വെറൈറ്റികൾക്കൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെയും ചോദിക്കാൻ നിൽക്കണം. അപ്പോഴത്തേക്കും ഒരു ഡിലേ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കാർട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ സ്ക്രീൻഷോട്ട് അയച്ചാലും മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാറ്റലോഗിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു കൺഫ്യൂഷൻ വരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ ഒത്തിരി പ്ലാൻസുകളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കോംബോ എന്ന് പറഞ്ഞാൽ സാൻസവേരിയുടെ കോംബോയാണ്. സാൻസവേരി നമുക്ക് എപ്പോൾ വന്നാലും നല്ല ഡിമാൻഡാണ്. ആദ്യത്തെ വെറൈറ്റി ഇതാണ്. നമ്മൾ ടൊർണാഡോ എന്നൊക്കെ പറയുന്ന വെറൈറ്റി. ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്. ഇങ്ങനെ കണ്ടോ, ഒരു വളഞ്ഞു പൊളഞ്ഞിരിക്കുന്ന ഒരു വെറൈറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കൂടിയാനുള്ളൊരു സാധ്യതയുണ്ട്. ഇങ്ങനെ ട്വിസ്റ്റഡ് ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഈ സാൻസവേരിയയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ചെറുതായിട്ടൊരു തുമ്പക്കൊന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ വേണം കേട്ടോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന്. പിന്നെ ഈ ഒരു വെറൈറ്റി കേട്ടോ. ഇതിൻ്റെ പേര് സാൻസവേരിയ ട്രുഫാക്റ്റിയ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി കേട്ടോ. ഇങ്ങനെ ഈ ഒരു വെറൈറ്റി. ഇതിന് രണ്ടിനും കൂടെ നമുക്ക് റേറ്റ് വരുന്നത് 270 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റിയാണ്. ഇത് കോംബോ ആയിട്ട് തന്നെ നമ്മൾ കാറ്റലോഗിൽ ഇട്ടേക്കുന്നത് കേട്ടോ. കോംബോ ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ രണ്ട് വെറൈറ്റി കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെറൈറ്റിയുടെ പേര് ഡ്രാഗൺ ടങ്ക് എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇതിനോട് ഏകദേശം ഒരു സാമ്യം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വലുതും ചെറുതുമായിട്ടുള്ളത് കൊണ്ടാണോ എനിക്ക് അങ്ങനെ സാമ്യം തോന്നുന്നതെന്ന് അറിയാൻ പാടില്ല. ഡ്രാഗൺ ടങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഐഡിയ വന്നേക്കുന്നത് കേട്ടോ. ഈ ഒരു വെറൈറ്റി കേട്ടോ. അടുത്തത് പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റീസ്റ്റോക്ക് ചെയ്ത വെറൈറ്റികളാണ് നമ്മളുടെ സിൽവർ പ്രിൻസസ് ഒക്കെ സ്റ്റോക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ മുന്താഴ്ച കാറ്റലോഗിൽ ഇടാൻ മറന്നു എന്ന് പറഞ്ഞ കാരണമാണ് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിൽവർ പ്രിൻസസ് നല്ല പ്ലാന്റാണ്. നല്ല ബുഷി ആയിട്ടുള്ള നല്ല പ്ലാന്റ്. പിന്നെ നമ്മളുടെ മിക്കാഡോ സിൽവർ മിക്കാഡോ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതല്ലാതെ നമ്മുടെ സാധാരണ നോർമൽ മിക്കാഡോ അതും സ്റ്റോക്കിലുണ്ട്. ഒരു പോട്ടിൽ ഇത് 5 എണ്ണമാണ്. സിൽവർ മിക്കാഡോ ഒരു പോട്ടിൽ 3 എണ്ണമാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ ലില്ലിപ്പുട്ടും സിൽവർ പ്രിൻസസ് മാറിപ്പോകരുതേ. ഇത് ലില്ലിപ്പുട്ടാണ് വരുന്നത്. സിൽവർ പ്രിൻസസ് ഒന്നുകൂടി കാണിച്ചേ. ഇത് സിൽവർ പ്രിൻസസ് കേട്ടോ. കാറ്റലോഗിൽ എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലവർക്ക് മാറിപ്പോകുന്നുണ്ട്. ഇത് സിൽവർ പ്രിൻസസ് ആണ് വന്നത്. ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു നാരോയ ആയിട്ടുള്ള ഒരു ഇലകളാണ് വരുന്നത്. ഇത് ലില്ലിപ്പുട്ട് കേട്ടോ. അങ്ങനെ ഒരു ഫ്ലവർ രീതിയിലുള്ളത് വരുന്നതാണ് ലില്ലിപ്പുട്ട് വരുന്നത് കേട്ടോ. ഇത് പിന്നെ നമ്മളുടെ സിലിണ്ട്രിക്ക വരുന്നത്. ഏത് കണ്ടോ, ഇത് ചെറിയ പോട്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ചെറിയ ഈ പോട്ട് സൈഡായിരിക്കും കേട്ടോ നമ്മൾ വിടുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ പ്ലാന്റുകളാണേ. അപ്പോൾ നമുക്ക് പിന്നെ ഇനി ഹാങ്ങിങ് പ്ലാന്റ്സുകൾ കാണിച്ചു പോകാൻ എന്നാൽ ഇത് തന്നെ കാണിക്കാം. ഹവോത്തിയ വെറൈറ്റി സ്റ്റോക്കിൽ വന്നേക്കുന്നത് ഹവോത്തിയ ഈ ഒരു ഗ്രീൻ വെറൈറ്റി. ഇത് ഇപ്പോൾ ഇതിൽ ഒത്തിരി കാണുന്നുണ്ട് കേട്ടോ. ഇതേപോലെയൊക്കെ ചില പോട്ടുകളിൽ ഇങ്ങനെയാണ്. ഒട്ടുമിക്ക പോട്ടുകളും ഇങ്ങനെയാണ്. ഇനി ചിലതിലൊക്കെ ഒരു വലിയ പ്ലാന്റും ഒരു ചെറിയൊരു ബേബി പ്ലാന്റും അങ്ങനെയും കൂടെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. നല്ല വെയിറ്റും കൂടെ ഉണ്ട് കേട്ടോ. മിക്കവാറും പോട്ട് സൈഡും ഇടാല്ലേ നമുക്ക്. ഇത് പോട്ടേപ്പാടെയാണ് കേട്ടോ. പോട്ടുണ്ടായിരിക്കും കേട്ടോ ഇതിന്. ഇങ്ങനെ അപ്പോൾ ഒരു വലിയൊരു പ്ലാന്റും ഒരു ചെറിയ പ്ലാന്റും കൂടെ പ്രതീക്ഷിക്കുക. ഇതിൽ ഒത്തിരി ബേബി പ്ലാന്റുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഇത്രയൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ക്രിപ്റ്റാന്തസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ക്രിപ്റ്റാന്തസ് റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഒരു റെഡ് വെറൈറ്റി. ഒരു റെഡല്ല, ഒരു മജന്ത ഒരു ഷെയ്ഡായിട്ട് വരുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. പിന്നെ നമുക്ക് ലക്കി ബാമ്പു, അത് പേര് കിട്ടണില്ല. ലക്കി ബാമ്പു 5-in-1 കേട്ടോ. 5 പ്ലാന്റാണ് ഒരു പോട്ടിൽ വരുന്നത്. ഇതിപ്പോൾ ഇൻഡോറിലേക്കൊക്കെ ചിലർ വാസ്തുശാസ്ത്രമൊക്കെ അനുസരിച്ച് ഇൻഡോറിലേക്കൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ പ്ലാന്റ് കേട്ടോ. 5 പ്ലാന്റാണ് ഒരു പോട്ടിൽ വരുന്നത്. ഇങ്ങനെ ഇത് പോട്ട് സൈഡാണ് കേട്ടോ നമ്മൾ വിടുന്നത്. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അല്ലെങ്കിൽ പിന്നീടൊക്കെ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. കോക്കോപീറ്റിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത് കേട്ടോ.
പിന്നെ ഇത് പെപ്രോമിയ ഹോപ്പ്, പെപ്രോമിയ വെറൈറ്റിയാണ്, പെപ്രോമിയ ഹോപ്പാണ്. ഇത് ഒരു സക്കുലന്റ് വെറൈറ്റിയും കൂടെ അങ്ങനത്തെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള ഇലയാണ്. ഹാങ്ങിങ് വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് ആ രീതിയിലുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഇങ്ങനെയുള്ള പോട്ടിൽ വെച്ചിട്ട് ഒന്ന് ഹാങ് ചെയ്ത് ഇടാവുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസിൻ്റെ ഡ്വാർഫ് വെറൈറ്റി, കോമ്പാക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോട്ടിൽ 3 എണ്ണം വരുന്നത്. ഇതൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫൈക്കസ് വെറൈറ്റികൾക്ക് പൊതുവേ വെയിൽ വേണം, ചൂട് വേണം, അത് ഓർത്തിരിക്കുക. എങ്കിലും നമുക്ക് ഒരു ഫംഗ്ഷനോ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഒരു വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റിയതാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നല്ല കുള്ളനായിട്ട് വളർത്താം കേട്ടോ. പിന്നെ നമ്മളുടെ കഴിഞ്ഞ ആഴ്ചത്തെ താരം ഐവി, ഇംഗ്ലീഷ് ഐവി, കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ട് ഒത്തിരി പേർക്ക് കിട്ടിയില്ല. റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. റീസ്റ്റോക്ക് ചെറിയൊരളവ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ അവിടുത്തെ സപ്ലയർക്ക് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ആവശ്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കിട്ടും കേട്ടോ. കുറച്ച് മാത്രമേ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളൂ ഇംഗ്ലീഷ് ഐവി കേട്ടോ. ഈ ഇംഗ്ലീഷ് ഐവി ഞാൻ നനയ്ക്കാതെ ആയിരിക്കും കേട്ടോ വിടുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഒന്നൊന്ന് വാടിയ പോലെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ വെള്ളം കൊടുത്താൽ മതി. കാരണം ചില വെറൈറ്റികൾക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റില്ല പാക്ക് ചെയ്യുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് വെറൈറ്റി വരുന്നത് ഇംഗ്ലീഷ് ഐവി. ഇനി അടുത്തെങ്ങും സ്റ്റോക്കിൽ വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. ഇത് നമുക്ക് ഡ്രസീന വെറൈറ്റിയാണ്. ഡ്രസീന ദാരാസിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഇൻഡോറിലേക്കൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഇത് വലിപ്പം വയ്ക്കാനനുസരിച്ച് പോട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഒറ്റ പ്ലാന്റ് മതി നമുക്കൊരു 10 ഇഞ്ച് പോട്ടിലോ ഒരു 12 ഇഞ്ച് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നല്ല വലിപ്പം വയ്ക്കുന്ന വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റി അല്ല, നമുക്ക് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സുകളാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഭംഗിയുള്ള പ്ലാന്റ് ആയിട്ട് വരും കേട്ടോ. അതിൻ്റെ ചെറുതാണ്, നമുക്ക് വലുത് നമുക്ക് പാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ പ്രാവശ്യം വന്നേക്കുന്നത് മൂൺഷൈൻ ഒത്തിരി ഇഷ്ടപ്പെട്ടോ എനിക്ക്. കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, നല്ല രസമുള്ള പ്ലാന്റുകളാണ് ഈ ആഴ്ച വന്നേക്കുന്നത്. ഇത് വലിയ ഇലയാവുന്നതാണ്. മൂൺഷൈൻ 2 വെറൈറ്റികൾ വരാറുണ്ട്. അതിൽ വലിയ ഇലയാവുന്ന ടൈപ്പാണ് ഇത് കേട്ടോ. നല്ല രസമാണ്, നല്ല കളറും ഉണ്ട് കേട്ടോ. ഇത്രയും കളർ ചിലപ്പോൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിൽ വളർത്തുമ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസമൊക്കെ വരും കേട്ടോ. ഇത്രയും ഈ കളർ ഉണ്ടാവില്ല, എന്നാലും ഒരു ലെമൺ യെല്ലോ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ട് കാറ്റലോഗിൽ ഞാൻ അതിൻ്റെ നല്ല ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലാന്റാണ് നമുക്ക് സ്റ്റോക്കിൽ വന്നേക്കണം. ഇതാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ ഇലയ്ക്ക്. ഇങ്ങനെ റിംഗ് ഓഫ് ഫയർ. റേറ്റും കുറവാണ്. താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ എടുത്തോ കേട്ടോ, സ്റ്റോക്ക് കുറവാണ്. സ്ലീപ്പിംഗ് പോത്തോസ് ചോദിക്കുന്നവർക്ക് ഇങ്ങോട്ടേക്ക് വെക്കണോ? സ്ലീപ്പിംഗ് പോത്തോസ് ചോദിക്കുന്നവർക്ക് ഇത് കണ്ടോ, ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഫുൾ പോട്ടാണ് വന്നേക്കുന്നത്. റേറ്റ് അതനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. സ്ലീപ്പിംഗ് പോത്തോസും നമുക്ക് അധികം വരാറില്ലാത്ത പ്ലാന്റാണ്, ഭയങ്കര ഡിമാൻഡുള്ള പ്ലാന്റാണ്. ഇപ്പം നമുക്ക് സ്റ്റോക്കിലുണ്ട്. ആകെ ആൾ ഉറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞിക്കൂടി ഉറങ്ങിയിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ ഇനി നമുക്ക് പോത്തോസ് വെറൈറ്റികളിലേക്ക് പോകാം. ഇത് നമ്മളുടെ ഫിലാഡൻഡ്രോൺ വെറൈറ്റി. ഫിലാഡൻഡ്രോൺ ഓക്സിക്കാരിയും വേരിഗേറ്റഡ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രസീൽ എന്ന് പറയും. ഇത് കണ്ടോ, ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിയോൺ പോത്തോസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്, ചെറിയ പോട്ടിലുള്ളത്. അതുപോലെ തന്നെ ഗോൾഡൻ പോത്തോസ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. വേഗം കാണിച്ചു പോവുകയാണേ. പിന്നെ ബ്ലാക്ക് പോത്തോസ് അല്ലെങ്കിൽ സിങ്കോണിയം എയർത്രിഫ്രലും എന്ന് പറയുന്ന പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ കേട്ടോ. ലീഫിൻ്റെ ബാക്ക് ഇങ്ങനെയാണ്, ഒരു ബ്രൗൺ കളറായിട്ട്. ഇതൊരു ബ്രൗണും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വന്നേക്കണേ കേട്ടോ. കൂടുതൽ ഷൂട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ ഷൂട്ടല്ല, കൂടുതൽ സ്റ്റെം ചേർത്ത് വെച്ചേക്കുന്നത്. നമ്മളുടെ മാർബിൾ പോത്തോസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റുകൾ വരുന്നത്. അധികം സ്റ്റോക്കിലില്ല അല്ലേ, അധികമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മളുടെ എൻജോയ് പോത്തോസ് നല്ല ഭംഗിയുള്ള രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയാണ്, നല്ല കരുത്തുള്ള പ്ലാന്റുകൾ. അത് നോക്കിയേ, വേരുകൾ നോക്കിയേ, നല്ല പ്ലാന്റ്. ഞാനിത് നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചിലത് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ചില പ്ലാന്റുകൾ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. നല്ല പ്ലാന്റാണ്.
നമുക്ക് ഫൈക്കസ് വെറൈറ്റി വേറെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്, ഫൈക്കസ് ട്രയാങ്കുലാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി. ഇത് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റോക്കിൽ വരാറുണ്ടായിരുന്നില്ലായിരുന്നു. ഒരു ബോട്ടിൽ 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം ഒക്കെ ആയിട്ടായിരിക്കും കേട്ടോ. 2 പ്രതീക്ഷിച്ചാൽ മതി. മിക്ക ബോട്ടിലും 3 എണ്ണം ഉണ്ട്, എന്നാലും ചില ബോട്ടിൽ ഞാൻ 2 എണ്ണം കണ്ടു, അതുകൊണ്ട് ഞാൻ 2 എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ചെറിയ നമ്മളുടെ നഴ്സറി പോട്ട് അങ്ങനെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ്. അപ്പം മണ്ണില വന്നേക്കുന്നത് മണ്ണ് കളഞ്ഞിട്ടായിരിക്കും കേട്ടോ വിടുന്നത്. ഇതാ പിന്നെ ഡിഫൻബാക്കിയയുടെ വെറൈറ്റി ഡിഫൻബാക്കിയ മാരി, ഡിഫൻബാക്കിയ മാരി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇതാ നല്ല രസമാണ് കാണാൻ കേട്ടോ, നല്ല രസമുണ്ട്. ഇതാ ട്രോപ്പിക്കൽ മാരി ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും ID വന്നത് ഇങ്ങനെയാണ്, പക്ഷെ നേരത്തെ ID ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ ഇത് കണ്ടോ, രസമാണ് കേട്ടോ. കൂടുതൽ ഷൂട്ടുകളൊക്കെ ആയിട്ട് മിനിമം 2 പ്ലാന്റ് ചേർത്ത് വെച്ചേക്കുന്നതാണെന്ന് എനിക്ക് തോന്നണേ. അതനുസരിച്ച് ഇങ്ങനെയൊക്കെ ചേർന്നിരിക്കുമ്പോഴാണ്, ഒറ്റ പ്ലാന്റ് ആയിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, ചേർന്നിരിക്കുമ്പോഴാണ് ഭംഗി വരുന്നത് കേട്ടോ. കട്ട് ചെയ്ത് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് ഡിഫൻബാക്കിയാണല്ലോ. പിന്നെ നമ്മളുടെ 3 വെറൈറ്റി നമ്മുടെ CC പ്ലാന്റ്, CC ഡ്വാർഫ്. ഇത് കണ്ടോ നല്ല വലിയ ബോട്ടിൽ വന്നതാണ് CC ഡ്വാർഫ്. അതുപോലെ തന്നെ CC ബ്ലാക്ക് വലിയ ബോട്ടിൽ വന്നേക്കുന്നത്. ഈ ഇലയൊക്കെ പ്രൊപ്പഗേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. ഉണങ്ങി ശരിക്കും മാറിയേക്കുന്നത് മാത്രം, ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പോരേണ്ടത് മാത്രമേ ഞാൻ കളയാറുള്ളൂ. ബാക്കി അങ്ങനെ തന്നെ വെച്ചേക്കുന്നത് തന്നെ കൊഴിഞ്ഞു പോകണം. അത് പ്രൊപ്പഗേഷൻ, ആ ലീഫ് പ്രൊപ്പഗേഷൻ വെച്ചേണ്ട. ഇത് നമ്മുടെ നോർമൽ CC ഗ്രീൻ വെറൈറ്റിയില്ലേ, അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റാണ് കേട്ടോ. ഇപ്രാവശ്യം നല്ല കരുത്തുള്ള പ്ലാന്റാണ് വന്നേക്കുന്നത്. 4-5 പോട്ടിൽ വന്നേക്കുന്നത്. ഇത് കണ്ടോ, രസമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് പോകാം. നമ്മളുടെ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ കാണിച്ചു പോട്ടെ. ഇത് എല്ലാവർക്കും ആവശ്യമുള്ള പ്ലാന്റാണ്. നമുക്ക് പണ്ട് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ മില്ലേനിയം ഹാർട്ട് അല്ലെങ്കിൽ 1000 ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പ്ലാന്റ് ഡിജിഡിയ വെറൈറ്റി. ഇത് കണ്ടോ, നല്ല രസമാണ്. ഇങ്ങനെ അടുപ്പിച്ചുള്ള ഇലകൾ ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റുകൾ വരുന്നത്. നല്ല രസമാണ്. കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. അതേമാതിരി തന്നെ പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ അങ്കുലാത്ത സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. എല്ലാത്തിനും നല്ല തിരിയൊക്കെ ആയിട്ട് പെപ്പർ ആ ഒരു ഇതിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് കണ്ടോ, അങ്ങനെ വന്നേക്കുന്നത്. ഇത് അടുത്തത് നമ്മളുടെ പെഡിലാന്തസ് വെറൈറ്റി, പെഡിലാന്തസ് വേരിഗേറ്റഡ്, കേളി വേരിഗേറ്റഡ്, അതാണ് വന്നേക്കുന്നത് കേട്ടോ. ID വന്നേക്കുന്നത് ഇങ്ങനെ കേട്ടോ. ചിലതൊക്കെ പിങ്ക് കളറും ഒക്കെ ആയിട്ട്. ഇത് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. രസമല്ലേ? ഇതൊന്നും പെട്ടെന്ന് പോവില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും ചീഞ്ഞ് പോവാത്ത പ്ലാന്റുകളാണ്. ഇത് നമ്മുടെ ഇത് തന്നെ ബ്ലാക്ക് ബോൺ വേരിഗേറ്റഡ്, അതിൻ്റെ ഗ്രീൻ ബ്ലാക്ക് ബോൺ അതന്നെ ബ്ലാക്ക് ബോൺ അല്ല ബാക്ക് ബോൺ അല്ലേ, ബാക്ക് ബോൺ നട്ടല്. ഇത് തന്നെ അതിൻ്റെ അതുപോലെ ഇരിക്കുന്ന കേട്ടോ. അതിൻ്റെ സ്ട്രക്ചറൊക്കെ അങ്ങനെയാണ്. ഓരോരുത്തർ പേരിടുമ്പോൾ അതിൻ്റേത് അതൊക്കെ നോക്കിയിട്ടാണല്ലോ. ഇത് നോക്കിയേ, അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ നട്ടലിൻ്റെ ഒക്കെ പോലെ അങ്ങനെ അത് വന്നിട്ട് നമ്മുടെ എല്ലുകൾ ഇങ്ങോട്ടേക്ക് പോവില്ലല്ലോ, ഓരോരോ ബോണുകൾ പോവില്ലേ, അതേപോലെ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നേക്കുന്നത്. അങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതി, അപ്പോൾ പേര് കിട്ടും. ചിലർക്ക് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇങ്ങനെ പേര് ഓർത്തിരിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പേര് ഓർത്തിരിക്കുന്നത് കേട്ടോ. സിങ്കോണിയം വെറൈറ്റി 2 എണ്ണം നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഈ ഒരു വെറൈറ്റി കോപ്പർ ഷെയ്ഡുള്ള വെറൈറ്റി. പിന്നെ ഇത് കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് തീർന്നതായിരുന്നു. ഇപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച. നമ്മുടെ മുരയ്യ ഡ്വാർഫ് കേട്ടോ. മുരയ്യ ഡ്വാർഫ് വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോകളും. അതിൽ മുരയ്യ ഡ്വാർഫ് അല്ലെങ്കിൽ നമ്മുടെ മധുകാമിനി എന്ന് പറയും കേട്ടോ. ഹിന്ദി സൈഡിൽ നിന്നാണല്ലോ ഈ പ്ലാന്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അവർ മധുകാമിനി എന്നാണ് പറയുന്നത്. നമ്മളിവിടെ ഇംഗ്ലീഷ് പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ മുരയ്യ ഡ്വാർഫ് കേട്ടോ. എന്താ മരമുല്ല, നമുക്ക് മലയാളികളേക്ക് വരുമ്പോഴത്തേക്കും മരമുല്ല. 3 മധുകാമിനി, പിന്നെ മരമുല്ല എന്ന് പറയും. നമ്മൾ നാട്ടിൽ മരമുല്ല എന്ന് പറയുന്നത്. ഇത് ഡ്വാർഫ് വെറൈറ്റിയാണ്. പൂക്കൾ കൊഴിയാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പൂക്കളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ പൂക്കൾ വന്നോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ പൂക്കൾ വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് തന്നെ പെട്ടെന്ന് അടുത്ത പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. മണ്ണില വന്നേനെ മണ്ണ് മാറ്റിയിട്ടായിരിക്കും ഇവിടുന്ന് കേട്ടോ. ഞാൻ എൻ്റെ വിശദീകരിച്ച് പോകുമ്പോഴത്തേക്കും വീഡിയോ ലെങ്തി ആവുന്നുണ്ടല്ലേ. നമ്മുടെ ബെർക്കിൻ വന്നിട്ടുണ്ട്. ബെർക്കിൻ ഒരു പോട്ടിൽ 2 പ്ലാന്റുകളൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഇത് മോൺസ്റ്റേറ അഡൻസോണി എന്ന് പറയും. അതല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും.
കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് വന്നപ്പോൾ എനിക്ക് പേര് വിട്ടുപോയത് ഇതാ അത് കണ്ടോ ഇങ്ങനെ കേട്ടോ. ഇത് വലിയ ബോട്ടിലാണ് വന്നേക്കുന്നത്, ഒത്തിരി പ്ലാന്റുകൾ ചേർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വന്ന് ചെറുതായിരുന്നേ, അതനുസരിച്ച് റേറ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നമ്മൾക്ക് സ്റ്റിക്ക് കൊടുത്ത് 2 പോട്ടിലേക്ക് മാറ്റി നടാം, ഒത്തിരി ഉണ്ട്. അപ്പോൾ 2 പോട്ടിലേക്ക് വേണമെങ്കിൽ മാറ്റി നടാം. നിങ്ങൾക്ക് 2 സൈഡിലൊക്കെ വെക്കണമെങ്കിൽ സ്റ്റിക്ക് കൊടുക്കണം കേട്ടോ. സ്റ്റിക്ക് കൊടുത്താൽ അങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താവുന്നതാണ്. ബാക്കി ഏകദേശമൊക്കെ കൊണ്ടുവന്ന് വെച്ചത് തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ടൊക്കെ എടുക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, വിളിച്ചോളൂ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. എപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ചെടികൾക്ക് മാത്രമാണ് പോട്ടുകൾ ഉണ്ടായിരിക്കുള്ളൂ, ബാക്കി എല്ലാ പോട്ടുകളും മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുന്നത്. പിന്നെ മണ്ണിൽ വന്ന പ്ലാന്റ്സുകളുടെയൊക്കെ മണ്ണുകൾ ഒരു 80% മണ്ണ് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുന്നത്. ചെടികൾക്ക് ഒരു ക്ഷീണവും ഉണ്ടാവില്ല, എല്ലാവർക്കും നന്നായിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു പ്രശ്നവുമില്ല. പിന്നെ പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്, വീണ്ടും ഞാൻ പറയുകയാണ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി പ്ലാന്റുകളൊക്കെ ഉണ്ട്, അത് കാറ്റലോഗിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ ആഴ്ചയിൽ ഇപ്പോൾ നമ്മൾ ചൊവ്വാഴ്ചയാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ബുധനാഴ്ച വരെയുള്ള ഓർഡർ നമ്മൾ ഫില്ലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിലേക്ക് കുറച്ച് ഓർഡറുകൾ മാത്രമേ എടുക്കുള്ളൂ. അതിനുശേഷം അടുത്ത ആഴ്ചയിലായിരിക്കും കേട്ടോ പ്ലാന്റ്സുകൾ വിടുന്നത്. നമ്മൾ അത് ആഴ്ചയിൽ വിട്ട് പോകാറുണ്ട്, പക്ഷേ ഈ ആഴ്ചയിൽ കൂടുതൽ ഓർഡറുകളായിരുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ പ്ലാൻസും വൈകിയല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിലായിരിക്കും കേട്ടോ മെജോറിറ്റി പ്ലാൻസുകൾ വിടുന്നത്. എല്ലാവർക്കും തന്നെ വിടുന്നത് അങ്ങനെയായിരിക്കും കേട്ടോ. ചിലവർക്ക് മാത്രം, അത്യാവശ്യമുള്ളവർക്ക് മാത്രം ഈ ആഴ്ചയിൽ വിടാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.